നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ ഇന്നൊരു കുഞ്ഞു യാത്ര പോകാൻ പോവാണേ. ഇതാണ് ഞാനിന്ന് പോകാൻ പോകുന്ന മംഗലാപുരം സുബ്രഹ്മണ്യം റോഡ് പാസഞ്ചർ ട്രെയിന്. ഇതിൽ വെറും 5 കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 25 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീസലൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകാട്ടോ. ഏകദേശം ഒരു 9 മണി സമയമായിട്ട് ഇവിടെ നല്ല മഴയുണ്ട് മംഗലാപുരത്ത്. ഇന്ന് 9 മണിക്ക് പോകേണ്ട മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ എക്സ്പ്രസ് 9:15 കേട്ടോ ഒന്ന് പോകുന്നത്. ഈ ഒരു ട്രെയിനാണിത്. ഇതാണ് ട്രെയിനിൻ്റെ ഉൾവശം. ആരും കയറിയില്ല ട്രെയിനിൽ. 10 മണിക്കാട്ടോ ട്രെയിൻ പോകുന്നത്. ഇതിൻ്റെ ബർത്തെല്ലാം കണ്ടില്ല, നമ്മളെ പഴയ മോഡൽ തന്നെയാണ്. പിന്നെ ബാത്റൂമെല്ലാം നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പം ക്ലീൻ ആൻഡ് നീറ്റാണ്. വെള്ളം ഉണ്ടോ? ഓ, വെള്ളമുണ്ട്. ഇതാണ് ഇന്നത്തെ ലോക്കോ, WDP 4D ജനറേഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളി മറന്നുപോയ ആ ഒരു ഡീസലിലൊക്കെ ഉള്ള ഒരു യാത്ര ഉണ്ടല്ലോ, ആ ഒരു പൊട്ടലും ചീറ്റിലൊക്കെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര. ഈ ഒരു സീറ്റും സെറ്റപ്പ് എല്ലാം കണ്ടില്ലേ, പഴയതാണെങ്കിലും നല്ലൊരു വൃത്തിയിലാണ് കാണാൻ. ഇവിടെ കയറി പറഞ്ഞൊന്നുമില്ല. ട്രെയിൻ യാത്ര വീണ്ടും തുടങ്ങിയ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, നമ്മൾ ഡീസൽ ലോക്കോയിൽ യാത്ര ചെയ്യണം എന്നുള്ളത്. സമയം 10:08. മലബാർ എക്സ്പ്രസ്സിനെ ഇവിടെ പിടിച്ചിട്ടോ ഈ ഒരു ട്രെയിനിൽ കടന്നു പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞാനും വേറെ ഒരാളും മാത്രമേ ഉള്ളൂ. സമയം 10:20 ആയിരുന്നു. മംഗലാപുരം ജംഗ്ഷൻ. मंगलूर सेंट्रल से सुब्रह्मण्य जाने वाली मंगलूर सेंट्रल सुब्रह्मण्य
സ്റ്റേഷൻ ബന്താവാലയാണ്. ശരിക്കും 10:48 എത്തേണ്ട ട്രെയിനാണ്, പക്ഷേ ലൈറ്റാണ്. അപ്പോൾ 11:15 എന്തോ ആണെന്ന് കാണിക്കുന്നുണ്ട്. നല്ല വളവുണ്ട് കേട്ടോ ട്രെയിനല്ല ട്രാക്കിന്. നല്ല വളഞ്ഞ് പൊളഞ്ഞ ട്രാക്ക്. ഇപ്പോഴാട്ടോ ശരിക്കും ട്രെയിനിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്നത്. പ്രത്യേക സൗണ്ട്, ചെറിയൊരു കുലുക്കം, ഹോണ്, അടിപൊളിയല്ലേ. ബന്താവാല 10:48 പക്ഷേ 10:45 ആകുമ്പോഴത്തേക്ക് ബന്താവാല എത്തിക്കണം. അപ്പോൾ അവിടെ കുറച്ച് ലേറ്റ് ആക്കെങ്കിലും ഇവിടെ ബിഫോർ ടൈമാണ്. സ്റ്റേഷനിൽ ഒരു കുഞ്ഞും ഇല്ല കേട്ടോ. വെറുതെ എന്തിനോ വേണ്ടി ഒരു സ്റ്റോപ്പ് വെച്ചാണ് ഇവിടെ. ആരുമില്ല. ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലൂടെയും യാത്ര ചെയ്തൊരു അനുഭവം കൊണ്ട് പറയാണ്, എല്ലാ സ്റ്റേഷനിലും ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസാണിത്. അതായത് സ്വന്തം അമ്മയുടെ മാറിടം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇവിടെയും ഒരിക്കലും ഒരു സുരക്ഷിതമില്ലാണ്ടായൊരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പം സത്യം പറയാം ഭയങ്കര സന്തോഷവും ഓരോരോ കാര്യങ്ങൾ ഓർത്തും പോയി. നിറഞ്ഞു കലങ്ങി മറിഞ്ഞ നേത്രാവതി റിവർ. അടുത്ത സ്റ്റേഷൻ കേട്ടോ നർലഗട്ടെ ഹൾട്ടാണ്. ഈ ഒരു ട്രാക്ക് ഇലക്ട്രിഫൈഡ് ആയിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും ഈ ഒരു ഡീസലിലൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ വർക്ക്, അതായത് ഇലക്ട്രിഫൈഡ് വർക്ക് കംപ്ലീറ്റ് ആയില്ല എന്നാണോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു ലോക്കോ ഉപയോഗിക്കുന്നത്. പിന്നെ അത് 2.5 മണിക്കൂർ 2 മണിക്കൂറും 20 മിനിറ്റും മാത്രമുള്ള ഒരു ജേണിയാണ്. ഈ ഒരു സ്റ്റേഷൻസും ഭാവിയിൽ ഒരുപക്ഷെ ഓർമ്മയായേക്കാം. അപ്പം അതിന് മുന്നേ തീവണ്ടി യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം വെച്ചാൽ ഇതെല്ലാം ഒരുപക്ഷെ നാളെ കിട്ടിയെന്ന് വരില്ല. 1 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പുള്ളത്. ഒരു ട്രാക്ക് മാറാൻ വേണ്ടി മാത്രം എന്തുമാത്രം സമയം എടുക്കുന്നുണ്ട് അറിയോ ഈ ഒരു ഡീസൽ ലോക്കോ. അതുമാത്രമല്ല വളരെ സ്ലോയിൽ പോയിട്ടാണ് ട്രാക്ക് മാറുന്നതും. ഈ ഒരു റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് കപ്കാപുത്തൂർ. അപ്പോൾ നമ്മളങ്ങനെ കപ്കാപുത്തൂർ എത്തിയിട്ടുണ്ട്. ഇതിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണല്ലോ ഈ ഒരു ട്രെയിൻ നിർത്തുന്നത്. മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത്. 4 സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇന്ത്യ പോലും ഓപ്പൺ ആക്കാത്തൊരു സ്പേസ് കാണിച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റേഷൻ നരിമോഗാരുവാണ്. 11:31. നരിമോഗാരുവിൽ വീണ്ടും 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ നമ്മൾ ട്രെയിനിന് സ്റ്റോപ്പുള്ളത്.
ആരും ഇല്ലാത്തൊരു കുഞ്ഞു സ്റ്റേഷൻ. പിന്നെ ഈ യാത്രയിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ആൾക്കാരും വീഡിയോ എടുക്കുന്നുണ്ട് ഈ ഒരു ട്രെയിൻ വരുന്നത്. കാരണം വെച്ചാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം ആ ഒരു മരങ്ങളും ഈ ഒരു സ്റ്റേഷനും ഈ ഒരു ഡീസൽ ലോക്കോയും ഒക്കെ നമ്മളൊരു ഗൃഹാതുരത്വമാണല്ലോ. നമ്മളെ നിലമ്പൂർ റോഡുണ്ടല്ലോ, അതായത് ഏതൊരു ട്രെയിൻ യാത്രികനും ഇഷ്ടപ്പെടുന്നൊരു സ്റ്റേഷനാണല്ലോ നമ്മളെ നിലമ്പൂർ റോഡ് ട്രെയിനും ആ ഒരു യാത്രയും. അപ്പോൾ അത് ശരിക്കും ഇലക്ട്രിഫൈഡ് വന്നേരെ ഓർമ്മയായല്ലോ. പക്ഷേ ഇതുവഴി ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ഇതായിട്ട് ഓർമ്മ വന്നത്. കാരണം വെച്ചാൽ ഇവിടെ എല്ലാ സ്റ്റേഷനിലും ഇങ്ങനെ മരങ്ങളുണ്ട്, പച്ചപ്പുണ്ട്, ഒരു പ്രത്യേക ഒരു ഗൃഹാതുരത്വം നമുക്ക് അനുഭവിക്കാൻ പറ്റും കേട്ടോ. ഒരു സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷൻ വരുന്നത് നമ്മുടെ സുബ്രഹ്മണ്യ റോഡാട്ടോ. മൺസൂൺ സമയമായതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ, നല്ല പച്ച കത്തി നിൽക്കുന്നുണ്ടേ. പ്രത്യേക രസമുണ്ട് കാണാൻ. അങ്ങനെ അടുത്തത് നമ്മുടെ സുബ്രഹ്മണ്യ റോഡ് സ്റ്റേഷൻ എത്താൻ പോവാന്ന്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഡീസൽ എൻജിനിൽ ഒന്ന് യാത്ര ചെയ്യണമെന്ന്. അതായത് പ്രത്യേകിച്ച് ആ ഒരു പൊട്ടലും ചീറ്റലും ആ ഒരു സൗണ്ടും, അതായത് ശരിക്കുള്ള, അതായത് യഥാർത്ഥ തീവണ്ടി യാത്ര. പന്ത്രണ്ടരക്ക് എത്തേണ്ട ട്രെയിനാണ്. 12:10 നിലമ്പൂർ റോഡെത്തി ചെറുങ്ങനെ മഴ തുടങ്ങി കേട്ടോ. ഉച്ച കഴിഞ്ഞ് 1:45 തിരിച്ച് ഇവിടുന്ന് മംഗലാപുരത്തേക്ക് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത്. നിങ്ങളൊരു റിയൽ ട്രെയിൻ ലവറാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട റൂട്ടാണ് മംഗലാപുരം സുബ്രഹ്മണ്യ റോഡിലെ ഈ ഒരു ഡീസൽ ലോക്കോ ട്രെയിൻ ജേണി. ഈ ഒരു കുഞ്ഞു ട്രെയിൻ യാത്രാ വിവരണം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്തൊരു ട്രെയിൻ യാത്രയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.
സുബ്രഹ്മണ്യ റോഡ് റെയിൽവേ സ്റ്റേഷൻ.